ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാസ്ക് വെച്ച വിമതൻ. വിമത വൈദികരുടെ ഉഡായിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എറണാകുളം കല്ലൂരിനടുത്ത് ഒരു പള്ളിയിൽ കൂതാശ വിലക്കുള്ള, സഭാ വിലക്കുള്ള ഒരു വൈദികൻ മാസ്ക് വെച്ച് കുർബാന ചൊല്ലാൻ ചെന്നു. മാസ്ക് വെച്ച് മുഖം മറച്ചാൽ കർത്താവ് കാണില്ലെന്നും കർത്താവ് തിരിച്ചറിയില്ലെന്നും അദ്ദേഹം വിചാരിച്ചു. ഈ വിമതരുടെ ബുദ്ധി കെട്ടുപോയിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തും വിചാരിക്കാം, എന്ത് മണ്ടത്തരവും വിചാരിക്കാം. കർത്താവ് കാണില്ലെന്നും കർത്താവ് തിരിച്ചറിയില്ലെന്നും മാസ്ക് വെച്ചാൽ മതിയെന്നും പിശാച് പറഞ്ഞു. ഈ അച്ഛൻ കേട്ടു. മുഖ്യ കാർമ്മികനായി കുർബാന ചൊല്ലാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയാണ് മാസ്ക് വെച്ച് ചെന്നത്. മാസ്ക് വെച്ച് ചെല്ലണമെന്ന് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടവക ജനങ്ങൾ അവർ നല്ല ജാഗ്രതയുള്ളവരായിരുന്നു. അവർ ഈ മാസ്ക് വെച്ച അച്ഛനെ തിരിച്ചറിഞ്ഞു. കൂതാശ വിലക്കും പള്ളി വിലക്കുമുള്ള ഈ അച്ഛൻ കുർബാന ചൊല്ലുന്നത്, മെയിൻ സെലിബ്രൻ്റായി കുർബാന ചൊല്ലുന്നത് ജനങ്ങൾ തടഞ്ഞു, പ്രതിഷേധിച്ചു. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സഹകാർമ്മികനായി മാസ്ക് വൈദികൻ തൃപ്തിപ്പെട്ടു. കൂതാശ വിലക്കുള്ള ഈ വൈദികൻ കൂതാശയർപ്പിച്ച് കഠിനമായ മാരകപാപം ചെയ്ത് തൃപ്തി അടഞ്ഞു. നരകത്തിലേക്കുള്ള VIP പാസ് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അത്, ആ തൃപ്തിയായിരുന്നു അത്, സംതൃപ്തിയായിരുന്നു അത്. കൂതാശ വിലക്കുള്ള വൈദികനെ ക്ഷണിച്ച വികാരിയച്ഛനും കൂടെ പിന്തുണച്ചവർക്കും ഈ മാരകപാപത്തിൽ ഓഹരി കിട്ടി. അതിൻ്റെ അഹങ്കാരമൊന്നും അവർക്കില്ല കേട്ടോ. ഇങ്ങനെ മാരകപാപം ചെയ്തു, നരകത്തിലേക്കുള്ള VIP പാസ് എടുത്തു, അതിൻ്റെ അഹങ്കാരമൊന്നും അവർക്കില്ല. അതെ, കർത്താവിനെതിരെ, അവൻ്റെ പരമപ്രസിദ്ധ കുർബാനയ്ക്കെതിരെ വിമത വൈദികരുടെ ഉഡായിപ്പുകൾ തുടരുന്നു. ഇവയെല്ലാം കണ്ടും കേട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന നേതൃത്വത്തെ കർത്താവ് ശിക്ഷിക്കാതിരിക്കാൻ നാം എന്തു ചെയ്യേണ്ടു? കർത്താവിനോട് വിലപിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം കാണുമ്പോൾ സങ്കടവും ദേഷ്യവും രോഷവും ഒക്കെ ഉണ്ട് നമുക്ക്. അതെല്ലാം പ്രാർത്ഥനയായി, നമ്മുടെ സങ്കടവും ദേഷ്യവും എല്ലാം പ്രാർത്ഥനയായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഞാൻ 80-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനയായിട്ട് ചൊല്ലുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ കൂടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഇടയനെ ചെവിക്കൊള്ളണമേ. ആട്ടിൻപറ്റത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിൻ്റെയും ബെഞ്ചമിൻ്റെയും മനാസയുടെയും മുമ്പിൽ അങ്ങയുടെ കരുത്ത് പ്രകടമാക്കണമേ. ഞങ്ങളുടെ രക്ഷയായി വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ അങ്ങ് എത്ര നാൾ കോപിച്ചിരിക്കും? അങ്ങ് അവരെ കണ്ണീരിൻ്റെ അപ്പം തീറ്റിച്ചു, അവരെ പല മടങ്ങ് കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് സ്പർദ്ധാവിഷയമായി മാക്കുന്നു. ഞങ്ങളെ ശത്രുക്കളാകട്ടെ പുച്ഛിക്കുകയാണ് ഞങ്ങളെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി അങ്ങ് പിഴുതു കൊണ്ടുവന്നു. ജനതകളെ ഒഴിപ്പിച്ച് അത് നട്ടുപിടിപ്പിച്ചു. അങ്ങ് അതിനു മുമ്പിൽ തടമൊരുക്കി. അത് വേരൂന്നുകയും നാട് നിറയുകയും ചെയ്തു. അതിൻ്റെ തണൽ മലകളെയും അതിൻ്റെ ശാഖകൾ കൂറ്റൻ ദേവദാരുക്കളെയും മൂടി. അത് തൻ്റെ കമ്പുകൾ സമുദ്രം വരെയും ചില്ലകൾ നദിയിലേക്കും വിരിച്ചു. അങ്ങ് തന്നെ അതിൻ്റെ വേലികൾ പൊളിച്ചതെന്തുകൊണ്ട്? വഴിപോക്കരെല്ലാം അത് തല്ലിക്കൊഴിക്കുന്നു. കാട്ടുപന്നി അത് കുത്തിമറിക്കുന്നു. വയൽ മൃഗങ്ങൾ അത് തിന്നൊടുക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, മടങ്ങി വന്നാലും സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരിച്ചെടിയെ സന്ദർശിക്കണമേ.
അങ്ങയുടെ വലത്ത് കൈ നട്ട തണ്ട് അങ്ങേക്ക് അങ്ങ് ഉറപ്പിച്ച പുത്രസ്ഥാനത്താണല്ലോ. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു, വെട്ടിമാറ്റപ്പെടുന്നു. തിരുമുഖ ശാസനം മൂലം അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ വലത്ത് വശത്തുള്ള വ്യക്തിയുടെ മേൽ, അങ്ങേക്ക് അങ്ങ് ദൃഢപ്പെടുത്തിയ മനുഷ്യപുത്രന്റെ മേൽ അങ്ങയുടെ കൈ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയുകയില്ല. അങ്ങ് ഞങ്ങൾ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. തോമാസ് ലീഹ പാലസ്തീനായിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ നട്ടു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് ഇതുപോലെ കാട്ടുപന്നികൾ കുത്തിമറിക്കുന്ന പോലെ, വയൽ മൃഗങ്ങൾ തിന്നൊടുക്കുന്നത് പോലെ എറണാകുളത്ത് സംഭവിക്കുന്നത്. അതിൻ്റെ വേലികളെല്ലാം പൊളിച്ച് ശത്രുക്കളെല്ലാം വന്ന് ആക്രമിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ പോലും കരുതലില്ലാതെ പെരുമാറുന്നു. ഞങ്ങളെ നയിക്കാൻ കർത്താവെ നീ നേരിട്ട് വരണമേ. തോമാസ് ലീഹായെ, നിന്റെ സഭയെ നീ തന്നെ കാത്തുകൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.